നമസ്കാരം. മാസപ്പടി കേസിൽ പ്രധാന പ്രതിയായി വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രി തന്നെയാണ്. അച്ഛൻ നൽകിയ സേവനത്തിനാണ് മകളുടെ പേരിൽ പണം നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ നിയമസഭയിൽ താൻ സംസാരിക്കുമ്പോൾ തടഞ്ഞു വെച്ചതെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. സ്പീക്കർ ചെയ്തത് അംഗത്തിന്റെ അവകാശ ലംഘനമാണ് എന്നാണ് മാത്യു കുഴൽനാടന്റെ പക്ഷം. വാർത്താ സമ്മേളനത്തിലിരിക്കെയാണ് പിണറായി സർക്കാരിനെതിരെയും സ്പീക്കർക്കെതിരെയും മാസപ്പടി വിവാദത്തെക്കുറിച്ച് മാത്യു കുഴൽനാടൻ വീണ്ടും തുറന്നടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മാസപ്പടി വിഷയം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം സ്പീക്കർ തടഞ്ഞതാണ് ഇവിടെ പ്രധാന വിഷയമായി സംസാരിച്ചിരിക്കുന്നത്. കൂടാതെ 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് CMRLന് സർക്കാർ അനുമതി നൽകിയിരുന്നു എന്നും 2024 പാട്ടത്തിന് നൽകിയത് എന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. പിന്നീട് അനുമതി സ്റ്റേ ചെയ്യുകയായിരുന്നു. VSന്റെ കാലത്താണ് കരിമണൽ പാട്ടം പൊതുമേഖലയുടെ മാത്രം ഭാഗമാക്കി മാറ്റിയത്. CMRLന് അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോകുകയാണ് ഉണ്ടായത്. തുടർന്ന് CMRLന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. 2016 ഏപ്രിൽ 8 പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും 2016 ഡിസംബർ 20 മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRLൽ നിന്ന് പണം എത്തിത്തുടങ്ങുകയായിരുന്നു എന്നും മാത്യു കുഴൽനാടൻ രേഖാമൂലം വ്യക്തമാക്കി. 2024 മുതൽ LDF UDF സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി മതി എന്നതായിരുന്നു. 2018 വ്യവസായ നയത്തിന്റെ മാറ്റം വരുത്തിയിട്ടാണ് ഇത് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. CMRLന് പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും അത് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CMRLന് പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയാണ് ഉണ്ടായതെന്നാണ് വാസ്തവം. നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ വന്നുകൊണ്ടിരുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനം വരികയായിരുന്നു. 2019 ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി മാറ്റി. മറ്റെല്ലാ അനുമതികളും റദ്ദാക്കാനെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. 12/4/2019 CMRLനുള്ള പാട്ട അനുമതി റദ്ദാക്കിയത്. അന്ന് CMRLൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. CMRLന് കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടോ? CMRLൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഇടപെടലെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അതായത് മാസപ്പടിയുടെ പേരിൽ വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ വെറുതെയാണെന്നും കേസിൽ പ്രധാന പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്നുമാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നേ തുറന്നടിച്ചിരിക്കുന്നത്.